അങ്ങനെ ഇന്നാണ് ആ ദിവസം, ജൂൺ 22. ഞങ്ങളുടെ മകൻ്റെ നൂല് കിട്ടും. പിന്നെ അതേപോലെ ഇഷാനിയുടെ മൻവിയുടെയും ബർത്ത്ഡേ സെലിബ്രേഷനും വളരെ സിമ്പിളായിട്ട് നടത്താനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സും പിന്നെ ഞങ്ങളുടെ ഓഫീസ് ബസ് ബി ടീമിനെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത്. അപ്പോൾ നമ്മളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെക്കനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ സൈസിനൊത്തുള്ള ഒരു മുണ്ട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മളൊരു മുണ്ട് മേടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്കും ഇഷാനിയുടെ ബർത്ത്ഡേ ജൂൺ 20-നാണ്, മൻവിയുടെ ബർത്ത്ഡേ ജൂൺ 22-ന്. പിന്നെ ഈ ജൂൺ 22-ന് തന്നെയാണ് ഞങ്ങളുടെ മകൻ്റെ നൂല് കെട്ടും വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ 3 ഫംഗ്ഷനും കൂടെ ഒരു ദിവസം ഒന്നിച്ച് നടത്താമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഡേ ഫിക്സ് ചെയ്തതാണ്. ഇപ്പം ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഞങ്ങൾ വീണ്ടും കല്യാണം കഴിക്കാൻ പോവുകയാണെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഈ ഒരു ദിവസം കളറാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങി. അരഞ്ഞാണം കെട്ടൽ, പിന്നെ അതേപോലെ പാലുകുടി, ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നൂലുകെട്ട് അവസാനിച്ചു. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ലോട്ടസ് ബിസ്കോഫിൻ്റെ പേർപ്പിൾ തീമിലുള്ള കേക്കായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഷാനിയുടെ 2nd ബർത്ത്ഡേയും പിന്നെ അതേപോലെ മൻവിയുടെ 1st ബർത്ത്ഡേ ആണ്. അങ്ങനെ കേക്ക് കട്ടിങ് ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. മൻവിയായിരുന്നു ആദ്യമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൻവിക്കൊരു കുഴപ്പമുണ്ട്, എന്ത് സാധനം കഴിക്കാനോ കുടിക്കാനോ കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും തീർന്നു കഴിഞ്ഞാൽ ആൾ പ്രശ്നക്കാരനാവും. പിന്നെ നമ്മളുടെ ഇഷാനി എന്തിനെന്നറിയാതെ അവളും കേക്ക് കട്ട് ചെയ്ത് അവളുടെ ബർത്ത്ഡേ അവൾ ആഘോഷിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഫംഗ്ഷൻ കളറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനത്തെ ഫംഗ്ഷൻസ് വെക്കുമ്പോഴാണ് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ അവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മളുടെ ബസ് ബി ടീമും എൻജോയ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. അവർ ചെറിയ ചെറിയ രീതിയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ എന്നെ സൈഡാക്കിക്കൊണ്ട് ആദ്യമായിട്ട് അവർ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഫംഗ്ഷൻ കളറാക്കി തന്നു.